ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസിന്റെ നൈറ്റ് പട്രോളിംഗുമായി ബന്ധപ്പെട്ട വിഷയം കാലിക പ്രമേയമാക്കിയ റോന്ത് എന്ന മലയാള സിനിമ ഇക്കഴിഞ്ഞ ജൂൺ 13-നാണ് തിയേറ്ററിലെത്തിയത്. ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 57 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 84 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 2 ദിവസം കൊണ്ട് 1,41 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വീണ്ടും വർധനവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ ഭാഷകളിലെ എല്ലാ സിനിമകളിലും വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ റോന്ത് തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 1,10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2.5 കോടിക്ക് മുകളിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. എസ് വിപിൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, മല്ലിക സുകുമാരൻ, ജിയോമോൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട്, ബൈജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 35 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 55 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച മികച്ച ദിനം തന്നെയായിരുന്നു. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 75 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 1,65 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിലെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലുമാണ്. മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രമായ ചോട്ടാ മുംബൈ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 10 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 9-ാം ദിവസവും രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്നലെ കേരളത്തിൽ 17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 3,15 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 20 ലക്ഷം റേഞ്ചിലാണ്. ടോട്ടൽ 3,35 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3,75 ലക്ഷം റേഞ്ചിലുമാണ്. ആസിഫ് അലി നായകനെ നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമ 9-ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 13 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,70 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് 3,85 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സംബന്ധമായി വ്യക്തമായ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 5.5-6 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 23-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് നരിവേട്ട. ഈ സിനിമ 23-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 16,82 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം 24-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 24 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 17 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല. എങ്കിലും 29-30 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 3,15 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 37 ദിവസം കൊണ്ട് 17,22 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഞായറാഴ്ച 5 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 17,27 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 38 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 കോടി റേഞ്ചിൽ തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 23-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 23 ദിവസം കൊണ്ട് 4,80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 24-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ 2.5 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 24 ദിവസം കൊണ്ട് 4,82 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 6-6.5 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. തരൺ മൻസൂഖാനി സംവിധാനം ചെയ്ത് ജൂൺ 6-ന് തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് തകർപ്പൻ കളക്ഷനുമായി മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് ഹൗസ്ഫുൾ 5. ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിയിലെ 5-ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയുടെ ആദ്യ 9 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 142,75 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 170,90 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി ഈ സിനിമയ്ക്ക് 9 ദിവസം കൊണ്ട് 49,10 ലക്ഷം രൂപയാണ് നേടിയെടുക്കാനായത്. ആദ്യ 9 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 220 കോടി രൂപയാണ്. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 16 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ 236 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.